ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വന്നിരിക്കുന്നൊരു കിച്ചൺ ക്ലീനിങ് വീഡിയോ ആയിട്ടാണ്. കിച്ചൺ ക്ലീനിങ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ കാണുന്നത് ഞങ്ങളുടെ റൂമാണ് കേട്ടോ. അടുത്തത് ഇതാണ് ഞങ്ങളുടെ കിച്ചൺ എന്ന് പറയണത്. അത്ര വലിയ കിച്ചണൊന്നുമല്ല, വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ക്ലീനിങ് വേണ്ടതാണല്ലോ. ഇപ്പോൾ ക്ലീനിങ് ചെയ്യാനുള്ളൊരു കാരണമല്ല, ഇപ്പോൾ നമുക്ക് വിഷുവൊക്കെ ആണല്ലോ വരുന്നത്. അപ്പോൾ ഉള്ളത് നമുക്കൊന്ന് ഒതുക്കി സെറ്റാക്കാമെന്ന് കരുതി. കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് വന്ന പാടെ ഒരുപാട് പൊടിയും കാര്യങ്ങളൊക്കെ കിച്ചണിലും എല്ലായിടത്തും ഉണ്ടായിരുന്നു. അപ്പോൾ വന്ന പാടെ അന്ന് നല്ല രീതിക്ക് വെച്ചാൽ പറ്റുന്ന രീതിയിൽ അന്ന് ക്ലീൻ ചെയ്തതാണ്. അന്ന് ഈ പാത്രം വെക്കുന്ന റാക്കും കാര്യങ്ങളൊക്കെ അന്ന് നല്ല ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തിരുന്നു കേട്ടോ. കാരണം പാത്രങ്ങൾ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടതും നമ്മുടെ കാര്യങ്ങളാണല്ലോ. അപ്പോൾ അത് നല്ല രീതിക്ക് ക്ലീൻ ചെയ്തിരുന്നു അന്ന്. എൻ്റെ മോനിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും കേട്ടോ. ഞാനും എൻ്റെ മോനും എൻ്റെ ഹസ്ബൻഡും മാത്രമാണ് ഈ വീട്ടിൽ താമസിക്കൽ. അപ്പോൾ പിന്നെ ഹസ്ബൻഡ് പോയി കഴിഞ്ഞാലും ഞാനും മോനും തന്നെയാണ്. ഞാൻ എന്തെടുക്കുകയാണെങ്കിലും എൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ അവിടെ കിച്ചണിൽ വലിയ മാറാലൊന്നുമില്ല, പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ തട്ടിയതാണ്. അതുകൊണ്ട് ഇല്ലതൊന്ന് ഇതാക്കിയിട്ട് ആദ്യം ഞങ്ങൾ പൊടി വെച്ചിരുന്നൊരു ചെറിയൊരു കബോർഡ് ഉണ്ട് ആ സൈഡിൽ. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതി. അതിനിടയിൽ അവന് മിഠായി വേണമെന്ന് പറഞ്ഞ് എവിടുന്നോ ഒന്ന് എടുത്ത് കൊടുന്നു വന്നു. അത് പൊട്ടിക്ക് പറഞ്ഞ് അത് പൊട്ടിച്ച് കൊടുത്തു. പിന്നെ അവൻ എന്ത് പറഞ്ഞാലും കേൾക്കൂട്ടോ. ഇപ്പോൾ ചില കുട്ടികൾ നമ്മൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അവനിപ്പോൾ പ്രായം 2 വയസ്സും 3 മാസമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ അത് കേൾക്കാതെ നിൽക്കണവരും കണ്ടിട്ടുണ്ട്. അപ്പോൾ അവന് എന്തെങ്കിലും ഞാൻ അതെടുക്കുമോ അല്ലെങ്കിൽ ഇത് എടുത്തുത്താ എന്നൊക്കെ പറഞ്ഞാലൊക്കെ എന്തിനും ഒപ്പം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫസ്റ്റ് ക്ലീനിങ് എന്ന് പറയണത് പൊടി വെച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ ഞാനിതിന് മുന്നേ ഒന്ന് വന്ന ടൈമിൽ ക്ലീൻ ചെയ്തതാണ്. എനിക്ക് ക്ലീൻ ചെയ്യാനുള്ളത് ഇതൊക്കെ ഒന്ന് തുടച്ച് വെക്കാൻ തന്നെ ഉള്ളൂ. പിന്നെ അവിടെ ഉള്ള പേപ്പർ വിരിച്ചും ഒന്ന് കഴുകിയിട്ട് കമിഴ്ത്തി വെക്കുക, അത്രയേ ഉള്ളൂ റാക്കിൻ്റെ കാര്യത്തിൽ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇയാളെ പോയി നോക്കുകയും വേണം കേട്ടോ, ഇല്ലെങ്കിൽ മൂപ്പരെന്തെങ്കിലും ഒപ്പിച്ച് വെക്കും. കാരണം അത്യാവശ്യം വികൃതിയുള്ള കൂട്ടത്തിലുമാണ്. പറഞ്ഞ് കേൾക്കുകയും ചെയ്യും, അതിനനുസരിച്ച് എന്തെങ്കിലും കാട്ടി വെക്കുകയും ചെയ്യും. വർക്കിനിടയിലാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. ഇന്ന് വെള്ളിയാഴ്ച ഇവിടെ ഒരു പാദസര സെയിൽസ്മാൻ വരും. അതായത് വെള്ളീൻ്റെ സാധനങ്ങൾ വിൽക്കുന്ന ഒരു സെയിൽസ്മാനും. അപ്പം മോൻ്റെ തണ്ടയും എനിക്കൊരു വെള്ളീൻ്റെ കഴിച്ചേനും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുത്തിട്ട് അവനൊരു അരഞ്ഞാണം വാങ്ങാമെന്ന് കരുതി. അവനുണ്ടേന്ന് അരഞ്ഞാണം ഇപ്പോൾ ഈ സ്വർണ്ണം അങ്ങനെ യൂസ് ചെയ്യില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ വിട്ടുപോയി കളിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അഥവാ പോയാലോ വിചാരിച്ചിട്ട് അത് മാറ്റിയിട്ട് നല്ല അത് ഊരി വെച്ചിട്ടുണ്ട്. അപ്പോൾ അരയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു വെള്ളീൻ്റെ അരഞ്ഞാണം വാങ്ങാമെന്ന് വിചാരിച്ചെന്ന്. അങ്ങനെ പൊടി വെച്ചെന്ന റാക്കും കാര്യങ്ങളും ക്ലീൻ ചെയ്തതിന് ശേഷം ഈ കാണുന്ന ഞങ്ങളെ വീതന ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഈ വീതനമേ കാണുന്ന കറകളൊന്നും പോവില്ല. അത് ഈ കുടംപുളീൻ്റെ ഇട്ട് വെച്ചിട്ടുള്ള കറകളാണ്. അപ്പോൾ വരച്ചിട്ട് കാര്യമില്ല, അത് പോവില്ല. പിന്നെ ഇത് ഗ്യാസ് വയ്ക്കുന്ന ടേബിളും അവിടെയുള്ള കുറച്ച് പാത്രങ്ങളും ഒക്കെ ഒന്ന് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ 10 മണി 10:30 ആയിട്ടുള്ളൂ. പക്ഷേ ഭയങ്കര ചൂടാണ് കേട്ടോ. ഞങ്ങളത് പറഞ്ഞില്ല, ഷീറ്റുമാണ്. പിന്നെ റൂമിൻ്റെ ഷീറ്റ് പറയണത് ആസ്പെറ്റോസാണ്. അപ്പോൾ ഭയങ്കര ചൂടാണ്. പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ മോനോട് പറയേണ്ട ഈ റൂമിലേക്ക് പോകുന്നു. കാരണം ഭയങ്കര ചൂടായതുകൊണ്ട് അവന് ഞാൻ എന്തെടുക്കണതിന് ഒപ്പം അവന് നിൽക്കുകയാണ്. ഞാൻ തന്നെ ഭയങ്കര വേർത്ത് കുളിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇരട്ടിക്ക് അവന് വേർത്തിട്ടുണ്ട്. ഇന്നിലേറെ വേർപ്പാണ് അവന്. എനിക്ക് സാധാരണ എന്ത് ചെറിയ ജോലി എടുത്താലും പെട്ടെന്ന് ഞാൻ വേർക്കും. ഇനി അടുത്തത് നമുക്ക് ഈ കാണുന്ന രീതിയിലുള്ള കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാന്നുള്ളതാണ്. പിന്നെ അതിനിടയിൽ അപ്പോൾ അവന് ബലൂണ് വീർപ്പിച്ചതാന്ന് പറഞ്ഞിട്ട് 2 ബലൂൺ കൊണ്ട് വന്നതാണ്. അതാണെങ്കിൽ വീർപ്പിച്ചിട്ടും വീർക്കാത്ത ഓരോ ബലൂണ് എന്തോ എയർ തമ്മിൽ ഒട്ടിപ്പിടിച്ച് നിന്നിട്ട് വീർക്കണില്ല. ഒരുപാട് ശ്രമിച്ചിട്ടാണ് ഒന്ന് വീർത്ത് കിട്ടിയത്. അവനത് വീർപ്പിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഗ്യാസ് വെച്ച അതിൻ്റെ അവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരിയിട്ട് പിന്നെ നല്ലോണം ഒന്ന് തുടച്ചെടുത്തിട്ടോ. അപ്പോൾ ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനിയും അവിടെ ഒരു പേപ്പറൊക്കെ വിരിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാൻ തന്നെ ഉള്ളൂ. അപ്പോൾ അവിടെ ഒരു ഇപ്പോൾ ഗ്യാസിൻ്റെ യൂസിങ് കമ്മിയാണ്. അപ്പോൾ റൈസ് കുക്കറും കാര്യങ്ങളൊന്നും ഇപ്പോൾ വല്ലാതെ എടുക്കലില്ല. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുന്ന് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഞങ്ങൾ
എൻ്റെ ഒരു ശൈലിയാണ് ഇടയ്ക്കിടയ്ക്ക് എന്താ പറയുക എന്നുള്ളൊരു ഇത് കേട്ടോ. അപ്പോൾ പാത്രം കഴുകണ അത് പുറത്താണ്. അപ്പോൾ അങ്ങനെ റൈസ് കുക്കറൊന്ന് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുന്ന് വയ്ക്കുക വെച്ചു. ഇപ്പോൾ അതിന് യൂസ് ചെയ്യലില്ല. അപ്പോൾ അധികം അടുപ്പത്ത് തന്നെയാണ് ചോറ് വയ്ക്കാറ്. എപ്പോഴെങ്കിലും കുടുക്കം വരികയാണെങ്കിൽ മാത്രമേ ഇത് യൂസ് ചെയ്യാറുള്ളൂ. അധികം ഇപ്പോൾ ആവശ്യം വരാറില്ല. ഈ സമയമായതുകൊണ്ട് ഭയങ്കര ചൂടാണ് ഇപ്പം തന്നെ. അപ്പോൾ അവനോടാണെങ്കിൽ എത്ര പറഞ്ഞിട്ടും കേൾക്കണില്ല, ഉള്ളിൽ പോയി കളിക്കാൻ പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ ഒന്ന് പറയണത് ഇനി ഈ പച്ചക്കറി ഇട്ടിരിക്കുന്ന തട്ട് മാത്രമേ ഉള്ളൂ ഇനി ഒന്ന് സെറ്റാക്കാനുള്ളൂ. അതുകൂടി കഴിഞ്ഞാൽ ഞങ്ങളത് ചെറിയൊരു കിച്ചൺ ആയതുകൊണ്ട് അതിൽ ഒതുങ്ങുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാൻ തന്നെ ഉള്ളൂ. എത്രയാണെങ്കിലും ഒരു എന്താ പറയുക, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എടുക്കുന്നവർക്കതൊരു പണിയായിട്ട് തന്നെയാണ്. പിന്നെ ഒക്കെ ഒന്ന് ശരിയാക്കി ലെവലാക്കി വരുമ്പോഴത്തേക്കും നമുക്ക് ക്ഷീണിക്കും. പിന്നെ ഇപ്പോൾ ഈ ചൂടും കൂടിയല്ലേ, അതിനിടയിൽ അവൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കും വേണം. അപ്പോൾ അത് എന്താ പറയുക, ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് അതും കൂടി ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ അടുക്കളയത്തെ പണി കഴിഞ്ഞു എന്ന് പറയാം കേട്ടോ. ക്ലീനിങ് പരിപാടി ഇതോടെ അവസാനിച്ചിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഉള്ളത് ഒന്ന് വൃത്തിയാക്കി വെക്കാൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറയണത് അവനെന്തേലും ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ രാവിലത്തെ ദോശമാവ് കുറച്ച് ഇരിപ്പുണ്ട്. അപ്പോൾ രാവിലെ ഫുഡ് കഴിച്ചാണല്ലോ, അപ്പോൾ ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ദോശമാവ് മുറുമുറുള്ള ദോശ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഉച്ചക്കത്തേക്ക് ഇന്ന് ഒരു പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയിട്ടില്ലെന്ന്. കാരണം ഇന്ന് രാവിലെ വിചാരിച്ചെന്ന് മീൻ വാങ്ങാമെന്നാണ്. അപ്പോഴാണ് പണിയെടുക്കേണ്ട ടൈമിലാണ് ഓർമ്മ നിന്ന് വെള്ളിയാഴ്ചയാണെന്നുള്ള കാര്യം. വെള്ളിയാഴ്ച ഇവിടെ മീൻകാരി തരാറില്ല കേട്ടോ. അപ്പോൾ ഒന്ന് മീൻകറി വെക്കേണ്ടത് അല്ലെങ്കിൽ കറീൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അപ്പോഴാണ് മുരിങ്ങ പൊട്ടിക്കാമെന്നുള്ളത് വിചാരിച്ചത്. മുറ്റത്ത് തന്നെ ഒരു മുരിങ്ങ മരമുള്ളതുകൊണ്ട് ഒന്നുമില്ലാതെ ഇതാവേണ്ട ആവശ്യമില്ല. നമുക്ക് ഒന്നുമില്ലെങ്കിൽ ഒരു മുരിങ്ങാക്കറിയെങ്കിലും ഉണ്ടാക്കാം. അങ്ങനെ ഇന്നത്തെ ഉച്ചക്കത്തേക്ക് മുരിങ്ങാക്കറിയും പിന്നെ മുട്ടയും കൊണ്ട് അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരാം.